24,131 റെയ്ഡോടുകൂടി ലഹരി മാഫിയയുടെ നട്ടല്ലൊടിച്ച് ലിജുവിന്റെ ഓപ്പറേഷൻ തണ്ടർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടിമിന്നലായി മാറുകയും അതിശക്തമായ നടപടികൾ ഉണ്ടാകുകയും ചെയ്തു. വളരെ സന്തോഷം തോന്നുന്ന വാർത്തയാണ്. ഇതിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത ഇക്വേഷൻസ് ഒന്നും ഇല്ലാത്ത വാർത്തയാണ്. എല്ലാവരും ഒരേപോലെ സ്വീകരിക്കേണ്ട പുൽകേണ്ട വാർത്തയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകളും കൂടി നമുക്ക് പരിശോധിക്കാം. ആകെ റെയ്ഡുകൾ 24,131. ആകെ കേസുകൾ കണ്ടെത്തിയത് 20,669. മയക്കുമരുന്ന് കേസുകൾ 1983. അബ്കാരി കേസുകൾ അടക്കം കൃത്യമായ കണക്കുകൾ പറഞ്ഞ് അതിശക്തമായ നടപടി എടുത്തുകൊണ്ട് ലഹരി മാഫിയയുടെ നട്ടലൊടുക്കിയാണ് നമ്മുടെ ഓപ്പറേഷൻ തണ്ടർ, ഓപ്പറേഷൻ തൂഫാൻ. രമേശ് ചെന്നിത്തലാജി കേരളത്തിന്റെ മാത്രമല്ല വിജയുടെ കയ്യടിയും അമിത്ഷായുടെ കയ്യടിയും ഇന്ത്യയുടെ കയ്യടിയും നേടുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതേപോലെ ലഹരി മാഫിയയെ തകർക്കാൻ ഓപ്പറേഷൻ തൂഫാനോടൊപ്പം ഓപ്പറേഷൻ തണ്ടറും എക്സൈസ് മന്ത്രിയായ ശ്രീ ലിജു ഏറ്റവും ഗംഭീരമായ രീതിയിലാണ് 2026 മെയ് 18 മുതൽ ജൂലൈ 11 വരെയുള്ള കാലയളവിനുള്ളിൽ സമാനതകളില്ലാത്ത എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അതായത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ സീരിയസ് ആയ ഒരു വിഷയമുണ്ട്. അത് പലപ്പോഴും ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്തിരുന്നില്ല. ആ കാലത്തും റെയ്ഡൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തലാജിയുടെ 4-1 റെയ്ഡുകളും അറസ്റ്റുകളുമാണ് നടന്നത്. അതിശക്തമായി ശ്രീ എം ലിജുവും മറ്റും പോകുമ്പോൾ സന്തോഷം തോന്നും. ഈ പരിശോധനകളിൽ അതായത് എക്സൈസിന്റെ മിന്നൽ പിണറായി മാറിയ ഈ തണ്ടർ ഇടിമുഴക്കത്തിൽ 268 കിലോഗ്രാം കഞ്ചാവ്, 324 കഞ്ചാവ് ചെടികൾ, 292 ഗ്രാം ഹെറോയിൻ, 846 ഗ്രാം NDMA, 924 ഗ്രാം മെത്താംഫിറ്റമിൻ, 185 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടിച്ചെടുത്തത്. നമ്മുടെ കുട്ടികളുടെ ഈ നാടിന്റെ സിരയിലൂടെ ഒഴുകേണ്ട വിഷമാണ് ഇവർ പിടിച്ചെടുക്കുകയും തകർത്ത് കളയുകയും ചെയ്തത്. വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിപണനം തടയുന്നതിനായി 18,446 സ്കൂൾ പരിസരങ്ങളിലാണ് നിരീക്ഷണം ശക്തമാക്കിയത്. അതിശക്തമായ രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നുണ്ട്. 3,542 നഗരപ്രദേശങ്ങൾ, 1,412 റെയിൽവേ സ്റ്റേഷനുകൾ, 1,664 തൊഴിലാളി ക്യാമ്പുകൾ എന്നിവിടങ്ങളിലും പരിശോധന നടത്തി. കോപ്റ്റ കേസുകളിൽ നിന്ന് മാത്രം ഏകദേശം 30,40,702 രൂപ പിഴയായി ഈടാക്കുകയും ചെയ്തു. അപ്പോൾ ലഹരിക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. എക്സൈസ് കൺട്രോൾ റൂം നമ്പർ 9447178000 എന്നാണ്. 9447178000. അതിൽ 24 മണിക്കൂറും ബന്ധപ്പെടാം. ഈ പോരാട്ടം നമ്മൾ ഒരുമിച്ചാണ്. എല്ലാ ജാതികളും എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും വിശ്വാസികളല്ലാത്തവരും. കാര്യം നമ്മുടെ മക്കളിലേക്ക് വരും തലമുറയിലേക്ക് ഇത് വരരുത്. എന്തുകൊണ്ടാണ് ഈ ന്യൂസ് ഹൈലൈറ്റ് ചെയ്യുന്നത് അറിയാമോ? കൂടുതൽ ശ്രദ്ധ ഇത്തരം കാര്യങ്ങളിൽ വരണം. എനിക്ക് അഭിമാനമുണ്ട്. ഒരു പക്ഷേ ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് ആദ്യ വീഡിയോ ചെയ്ത ആൾക്കാരിൽ ഒരാൾ ഒരു പക്ഷേ ഞാനായിരിക്കും. അപ്പോ അതിശക്തമായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. എന്തായാലും ശ്രീ എം ലിജു ഞങ്ങളൊക്കെ ചർച്ചയ്ക്ക് ഒരുമിച്ചിരിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടവും പരിചയവുമാണ്. വളരെ സോഫ്റ്റായി കാര്യം പഠിച്ച് നല്ല സമീപനത്തിലും ടോണിലും പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് വളരെ സന്തോഷം. ശ്രീ എം ലിജു വാഴുക, അങ്ങ് ജയിക്കട്ടെ. ശ്രീ രമേശ് ചെന്നിത്തല അങ്ങ് നമ്മുടെ വിജയോടൊപ്പം ചേർന്ന് അതിശക്തമായ ഒരു കൊടുങ്കാറ്റാകട്ടെ. അങ്ങനെ തൂഫാനായ കൊടുങ്കാറ്റും ഇടിമുഴക്കമായ തണ്ടറും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ലഹരി മാഫിയയെ മുച്ചൂടം മുടിച്ച് നിഷ്കാസനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.